അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഉത്തുവായ തങ്ങൾ, പാണക്കാട് എം കെ തങ്ങൾസ് PMS ആയുർവേദിക് റിസർച്ച് സെൻറ്റർ ആൻഡ് ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രോഗത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രമേഹം, അതുപോലെയുള്ള ലിവർ കംപ്ലൈൻറ്റ്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ പോലെയൊക്കെ തന്നെ ഉള്ള ഒരു രോഗമാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ കുട്ടികളുണ്ടാവാത്ത കേസുകൾ. ഇത് സ്ത്രീയും പുരുഷനും ഇന്ന് ഒരേപോലെ പല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവെ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു ദൗർഭാഗ്യമാണ് വന്ധ്യത എന്നും ഗർഭം ധരിക്കാൻ സാധിക്കാത്ത സ്ത്രീ ഭാഗ്യദോഷിയാണെന്നും വീടിന് ശാപമാണെന്നും ഉള്ള ഒരു വിശ്വാസം ഈ അടുത്ത കാലം വരെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഇത്തരക്കാരെ മച്ചി, മലടി, വന്ധ്യ എന്നീ പേരുകൾ പറഞ്ഞ് കളിയാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള പഴി പറഞ്ഞ് വേദനിപ്പിക്കുന്നവർ നമുക്കിടയിലുണ്ട് എന്നത് വളരെ ദുഃഖകരമായ ഒന്നാണ്. ദമ്പതികളിൽ ആരുടെയെങ്കിലും ഉൽപാദനേന്ദ്രിയങ്ങൾക്കോ അണ്ടബീജങ്ങൾക്കോ ഉണ്ടാകുന്ന കോട്ടങ്ങൾ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. വിവാഹിതരായി 1 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ആദ്യം പുരുഷനും പിന്നീട് ആവശ്യമെങ്കിൽ സ്ത്രീയും ഇതിനായി പരിശോധനയ്ക്ക് വിധേയമായാൽ മതിയെന്ന അറിവ് ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടായി വന്നിട്ടുണ്ട്. വന്ധ്യതയെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനം സമൂഹത്തിന് അനിവാര്യമാണ്. ഗർഭധാരണത്തിന് സ്ത്രീക്കും ഗർഭോത്പാദനത്തിന് പുരുഷനും ഉണ്ടായിരിക്കേണ്ട പ്രത്യേക കഴിവുകളെ സംബന്ധിച്ചും അറിവുണ്ടായിരിക്കേണ്ടതാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ജനനേന്ദ്രിയങ്ങളുടെ കാര്യശേഷി ഇതിൽ വളരെ പ്രധാനമാണ്. സ്ത്രീയുടെ അണ്ഡാശയം അഥവാ ഓവറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ഡം വളർച്ച പ്രാപിച്ച് അണ്ഡവാഹിനിയിൽ വേണ്ട സമയം എത്തണം. പുരുഷന്റെ ശുക്ലത്തിൽ പൂർണ്ണ വളർച്ചെത്തിയ ആരോഗ്യമുള്ള നല്ല ചലനശേഷിയുള്ള ബീജങ്ങൾ വേണ്ട മാത്രയിൽ ഉണ്ടായിരിക്കുകയും സംഭോഗ സമയത്ത് ഗർഭാശയ ഗളത്തിനുള്ളിൽ പുരുഷബീജം വിസർജിക്കത്തക്ക വിധം ലിംഗം ഉദ്ധാരണശേഷിയുള്ളതായിരിക്കുകയും വേണം. യോനി രോഗത്താൽ യോനി വേണ്ട വിധം ശുക്ലത്തെ ഉൾക്കൊള്ളാനാകാത്തതിനാലും വാതപിത്ത കഫദോഷങ്ങൾ കൊണ്ടും മറ്റും ആർത്തവദോഷം ഭവിച്ചതിനാലും യോനിക്കുള്ളിലെ രോഗങ്ങൾ കാരണം പുരുഷബീജത്തിൻ്റെ ചലനശേഷി തടസ്സപ്പെടുകയും നിർജീവമാവുകയും ചെയ്യുന്നു. ഇത് ഗർഭോത്പാദനം സംഭവിക്കാതിരിക്കുന്നതിന് കാരണമായിത്തീരുന്നു. ഇതുപോലെ തന്നെ അണ്ഡവാഹിനിക്കുഴലുകളെ ബാധിക്കുന്ന വിവിധ തരം തകരാറുകളും തടസ്സങ്ങളും വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. സ്ത്രീകളിലുണ്ടാകുന്ന ചില പ്രത്യേക പ്രതിരോധ വസ്തുക്കളുടെ പ്രവർത്തനം മൂലം പുരുഷബീജത്തോട് അലർജി ഉണ്ടാവുകയും അത് നശിക്കാനിടയാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബീജോത്പാദനം വൃഷണങ്ങളിൽ വേണ്ട വിധത്തിൽ നടക്കാത്ത അവസ്ഥയാണ് ഷണ്ഡത്വം. വൃഷണത്തെ ബാധിക്കുന്ന വെരിക്കോസ് ഇതിൽ വളരെ പ്രധാനമാണ്. വിവിധതരം ലൈംഗിക രോഗങ്ങൾ, വൃഷണത്തിൽ ഏതെങ്കിലും കാരണത്തിൽ ക്ഷതമേൽക്കൽ, ആ ഭാഗങ്ങളിൽ അമിതമായ എക്സ്റേ ഉപയോഗം, ചൂടേൽക്കൽ, ക്യാൻസറിനുള്ള ചില മരുന്നുകളുടെ ഉപയോഗം, തീക്ഷ്ണമായ ഭക്ഷണശീലങ്ങൾ,
വിഷലിപ്തമായ ഭക്ഷണങ്ങൾ, മദ്യപാനം, ഇണയോടുള്ള താല്പര്യക്കുറവ്, സംശയം, ചില വിശ്വാസങ്ങൾ, ദേഷ്യം, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയവ ഷണ്ഡത്വത്തിന് കാരണമാകുന്നു. ഈ പറഞ്ഞ പലതും സ്ത്രീകളെയും പുരുഷനെയും ഒരേപോലെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിനുള്ള മറ്റൊരു പ്രധാന കാരണം ആകാംക്ഷയാണ്. ആനുപാതികമായി വിവാഹപ്രായം കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു വിവാഹം കഴിഞ്ഞതു മുതൽ മാസമുറ തെറ്റിയോ ഗർഭം പോസിറ്റീവായോ എന്ന കാര്യത്തിൽ ദമ്പതിമാരെക്കാൾ ഉപരി കൂടുതൽ കുടുംബത്തിൽ നിന്നുള്ള അന്വേഷണങ്ങളും അടക്കം പറച്ചിലുകളും വിവാഹശേഷം 1-2 മാസങ്ങളാകുമ്പോഴേക്കും തുടങ്ങുകയായി. ഇത് പിന്നീട് അങ്ങോട്ട് ഈ ദമ്പതിമാരിൽ ഉണ്ടാകുന്ന ആകാംക്ഷ നിറഞ്ഞ ഓരോ മാസങ്ങളും അറിഞ്ഞും അറിയാതെയുമുള്ള ഗർഭനാശത്തിന് കാരണമാകുന്നു. ഒരു തരത്തിൽ പറഞ്ഞ അബോർഷന് കാരണമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം ആർജിക്കത്തക്ക വണ്ണം അവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയും ചികിത്സകനിൽ നിന്നും ആത്മചോദനം ലഭിക്കുന്ന തരത്തിലുള്ള കൗൺസിലിങ്ങും അടുത്തിടപഴകുന്നവരിൽ നിന്നും ഉള്ള ആശ്വാസവചനങ്ങളും ഗർഭധാരണത്തിന് ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് എന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ. അതുപോലെ തന്നെ ആയുർവേദ വിധിപ്രകാരമുള്ള യോഗ, പഞ്ചകർമ്മം, ഔഷധസേവ തുടങ്ങി ഇത്തരം പ്രശ്നങ്ങൾക്ക് ചികിത്സ വളരെ ഫലപ്രദമായി കാണുന്നുണ്ട്. ഒരു ചെറിയ ടിപ്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തന്നേക്കാം. വയൽച്ചുള്ളി, പാൽമുതിക്കിൻ കിഴങ്ങ്, നായ്ക്കുരണപ്പരിപ്പ്, ഉഴുന്ന്, കോതമ്പ്, ചെന്നല്ലരി ഇവ പഞ്ചസാര ചേർത്ത് പൊടിച്ച് നെയ്യിൽ സേവിക്കുക. പിന്നാലെ ചൂടുള്ള പാൽ കുടിക്കുക. 2 നേരം ഇങ്ങനെ ചെയ്താൽ ശുക്ലം വർദ്ധിക്കാനിടയാവും. അതുപോലെ തന്നെ നിലപ്പനക്കിഴങ്ങ്, ഉഴുന്ന്, പാൽമുതുക്കിൻ കിഴങ്ങ്, തേന്, നെയ്യ്, പഞ്ചസാര കൂട്ടി പാലിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ മറ്റൊരു ടിപ്സ്, ആവശ്യത്തിന് എടുക്കുന്ന പാലിൻ്റെ 4 ഇരട്ടി ഞെരിഞ്ഞിൽ, ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ 4 ഇരട്ടി ഞെരിഞ്ഞിൽ കഷായം, അതേ അളവിൽ പാൽമുതുക്കിൻ കിഴങ്ങിൻ്റെ നീര് ചേർത്ത് കുറുക്കി വറ്റിച്ച് പാലിൻ്റെ അളവിലാക്കി അതിൽ ഉഴുന്നുപരിപ്പും നവരരിയും പായസമുണ്ടാക്കി ധാരാളം പശുവിൻ നെയ്യും ചേർത്ത് സ്ഥിരമായി കുറച്ചു കാലം കഴിക്കുക. 2 നേരം ശുക്ലവർദ്ധനവിന് അത് കാരണമാകും. വ്യക്തമായ ശരീരപരിശോധന, ആരോഗ്യസ്ഥിതി, ആർത്തവമുറ, ലൈംഗിക ജീവിതം, ആഹാരരീതി, മാനസികാവസ്ഥ, തൊഴിലിൻ്റെ പ്രത്യേകതകൾ ഇതെല്ലാം പരിഗണിച്ച് വേണം ഇത്തരം രോഗത്തിന് ചികിത്സ നൽകാൻ. അതിന് ഭാര്യയും ഭർത്താവിൻ്റെയും സാന്നിധ്യം അനിവാര്യമാണ്. എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്ലിനിക്കുകളിൽ വരുന്ന ഇത്തരം കേസുകൾക്ക് സ്ത്രീകളെ മാത്രം അവരുടെ ഉമ്മമാരോ അല്ലെങ്കിൽ ഭർത്തൃമാതാവിനെയോ ഒക്കെ കൂട്ടി മാത്രം എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ക്ലിനിക്കിൽ വന്ന് ചികിത്സ തേടുന്നവരുണ്ട്. ഭർത്താവിൻ്റെ ആവശ്യമില്ല എന്നൊരു തെറ്റിദ്ധാരണ അവരിൽ കടന്നുകൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്തരം ആളുകളെ പിന്നീട് ഭർത്താവിന് പരിശോധന നടത്തുമ്പോൾ പലപ്പോഴും ഭർത്താവിന് കുഴപ്പങ്ങൾ ഉള്ളതായിട്ട് കാണാൻ കഴിയുകയും പിന്നീട് ഭാര്യയുടെ ചികിത്സ നിർത്തി ഭർത്താവിന് ചികിത്സ തുടരേണ്ട അവസ്ഥയും ധാരാളം നമ്മുടെ ക്ലിനിക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കേസുകൾക്ക് നമ്മുടെ ഈ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ ധാരാളം രോഗികൾ വന്നിട്ട് 100% ഇത്തരം കേസുകൾ വിജയത്തിലായി അവരുടെ സന്തോഷം നമ്മുടെ അടുത്ത് വന്ന് പങ്കുവെച്ച അനുഭവം ധാരാളമുണ്ട്. അതുകൊണ്ട്
ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളോ നിവാരണം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, നേരിട്ട് ബന്ധപ്പെടുക. അതിനുള്ള ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും നല്ല വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.